ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ ദീപക്ക് നന്ദനയുടെ കഴുത്തിൽ താലി കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുളസിമാല ചാർത്തുകയും ചെയ്തു. സീമന്ത രേഖയിൽ സിന്ദൂരവും തൊട്ടുകൊടുത്തു. വധൂവരന്മാരെ പ്രതാപനും അംബികയും ശിവകാമിയും എല്ലാം അനുഗ്രഹിക്കുകയും ചെയ്തു. യാമിനിയും രാജുവും ഋതികയും എല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. വലിയ സന്തോഷത്തോടെ ദീപക്കും നന്ദിനി അങ്ങനെ ദൈവത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ തലതെറിച്ച ദീപക്കിൻ്റെ കല്യാണം അങ്ങനെ ഭംഗിയായിട്ട് നടന്നു. പ്രതാപനാണെങ്കിൽ സംയുക്ത വരാത്തത് കൊണ്ടാണോ പുറത്തു നിന്ന് ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തടെ സംയുക്ത അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അയ്യോ സിസ്റ്റർ, എന്താ താമസിച്ചത്? ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ. യാമിനിയും രാജുവും ഋതിയും കൂടി ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ പ്രതാപനും സംയുക്തയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന യാമിനി കാണുന്നുണ്ട്. മോളെ ഋതു, അങ്ങോട്ട് നോക്കിക്കേ. ഋതിയെ നോക്കുമ്പോൾ അവർ രണ്ടുപേരും നിന്ന് സംസാരിക്കുവാണ്. ഈ ശല്യം ഇവിടെ എത്തിയോ? ഇവരെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് ഋതിക അങ്ങോട്ട് പോകാനൊരുമ്പോൾ യാമിനി, മോളെ ഇതൊരു ക്ഷേത്രമാണ്, അതിൻ്റെതായ വിശുദ്ധിയുണ്ട്, അതുകൊണ്ട് മോള് സംയമനം പാലിക്കണം. ഋതിക ദേഷ്യത്തോടെ അങ്ങോട്ട് മാറി നിന്നിട്ട് പത്മാവതിക്ക് ഫോൺ ചെയ്യുക. അമ്മയോടെ കൈയും കെട്ടി നിന്നു, ഇവിടെ എല്ലാം കൈവിട്ടു പോവാ. മോളെ ഇപ്പോൾ എന്തു പറ്റി? മോളിപ്പോൾ എവിടെ? ഞാൻ കുന്നത്തുകാവ് ക്ഷേത്രത്തിലാണ്, കല്യാണത്തിന് വന്നതാ. അവൻ അടുത്ത പെണ്ണിനെയും കൂടെ കെട്ടി അതിൻ്റെ ജീവിതം കൂടെ തുലയ്ക്കട്ടെ മോളെ. നിനക്കെന്താ? എനിക്കൊന്നുമില്ലമ്മേ. ഞാൻ അത് പറയാനല്ല വിളിച്ചത്. ഇവിടെ മറ്റൊരു കാഴ്ച കണ്ടു, അത് പറയാനാണ് വിളിച്ചത്. ഇവിടെ എൻ്റെ അച്ഛനും സംയുക്ത നമ്പൂതിരിയും കൂടെ ആ തിരുനടയിൽ നിന്ന് ഡിസ്കഷൻ തന്നെ. അതിനെന്താ മോളെ, അവർ വന്ന് പ്രാർത്ഥിക്കുകയോ ഡിസ്കഷൻ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, അതിന് ഞാനെന്ത് ചെയ്യാനാ? അമ്മ ഇത്രയ്ക്കങ്ങ് പാവമാവരുത് കേട്ടോ. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ഋതിക ഫോണങ്ങ് കട്ട് ചെയ്യുവാണ്. പുതുമണവാളനും പുതുമണവാട്ടിയും കൈകോർത്ത് അങ്ങനെ ക്ഷേത്രത്തിന് വലം വെക്കുന്നുണ്ട്. ഋതികയും രാജുവും യാമിനിയും നിൽക്കുന്ന കണ്ടിട്ട് ഒരു വല്ലാത്ത പുച്ഛത്തോടെ ദീപക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. രാജു പറയാ, ശ്രേഷ്ഠമായ ഈ വിവാഹബന്ധം എത്ര നാൾ തുടരും? ഋതിക അതിന് മറുപടിയായി, കൂടി വന്ന ഒരാഴ്ച. അത് കഴിയുമ്പോൾ ഇവൾ ജീവനും കൊണ്ട് ഓടും. ഈ കല്യാണം ഒരിക്കലും നടക്കരുത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. എൻ്റെ വെല്ലുവിളി നടക്കാതെ പോയതിലുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഇവളെ അവൻ കൊല്ലാതിരുന്നാൽ മതി. അതൊന്നും ഉണ്ടാവില്ല. അനന്തംപിള്ളയുടെ മോളല്ലേ ഋതു. അയാൾ എന്തെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? അയാൾ ഇറങ്ങിയാൽ പിന്നെ ഇവനെയും എൻ്റെ അമ്മയെ അയാൾ തട്ടും. അതുകൊണ്ട് ആ പേടി വേണ്ട, നിങ്ങളിങ്ങോട്ട് വാ എന്നും പറഞ്ഞ് രാജു അവരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പ്രതാപനും സംയുക്തയും സംസാരിച്ചിട്ടും തീരുന്നില്ല. പ്രതാപൻ പറയാം, സിസ്റ്റർ പറഞ്ഞതല്ല ശരി. ഇവിടെ ഭദ്രകാളി മാത്രമല്ല, ഇവിടെ ദുർഗാദേവിയും ഉണ്ട്. ദുർഗാദേവിക്കാണ് ഇവിടെ പ്രാധാന്യം. ചണ്ട മുണ്ടന്മാരെ അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ വധിച്ചിട്ട് തിരികെ വന്നതാണ് ദുർഗാദേവി. പക്ഷേ അമ്മയുടെ ശാന്തഭാവത്തിലായിരിക്കുന്നത്. അല്ല, സാറിന് പുരാണമൊക്കെ അറിയാലോ, മാർക്കണ്ഡേയ പുരാണവും ദേവീ ഭാഗവതവും ഒക്കെ അറിയാവുന്ന കഴിഞ്ഞ തലമുറകളിലെ ആളാണല്ലോ ഞാൻ. പോരാത്തതിനാണെങ്കിൽ കുറേ കാലം എഡ്യൂക്കേഷൻ മിനിസ്റ്ററും. അത് ശരിയാണല്ലോ സാറേ, ഒരു മന്ത്രിയായിരിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. എല്ലാവർക്കും ഈ കഥയൊന്നും അറിയില്ല. ഇത് അമ്പിയെ ഓടിപ്പിടിച്ചങ്ങോട്ട് വരുന്നുണ്ട് ഋതികയുടെ അടുത്തിട്ട്. എന്നിട്ട് പറയുക, അമ്പലമുറ്റത്തെ പ്രണയ നാടകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഋതിക പറയാ, അങ്ങനെയുള്ള നാടകവും സിനിമയൊക്കെ കാണുന്ന നിങ്ങളല്ലേ. എന്നാലേ ഋതിക ആ സിനിമയോട് ഓടുന്നുണ്ട് 1ാം വാരം. ഈ പടത്തിൽ നടിക്കുന്നത് പ്രതാപവർമ്മയും ഹീറോയിൻ സംയുക്ത നമ്പൂതിരിയും. അമ്പലമുറ്റത്തു നിന്ന് നായകയും മെഴുകുക. വേണ്ട അംബികെ, മര്യാദയ്ക്ക് സംസാരിക്കുക. എൻ്റെ അച്ഛനെ കൊണ്ടുപോയി ചാടിച്ചിട്ട് കളിയാക്കുന്നു. രാജു പറയാം, ഋതു ഇത് അമ്പലമുറ്റവാ, ഇവർക്കിട്ട് നീ കൈവെക്കല്ലേ. ദേവിക്ക് അതൊക്കെ ഇഷ്ടമാണെങ്കിലും പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് തല്ലുന്നത് ശരിയല്ലല്ലോ. നിർത്തടാ, നീ വലിയ ആളൊന്നും ആകണ്ട. എടി ഋതികെ, ദീപക്കിൻ്റെയും നന്ദനയുടെയും കല്യാണത്തിൻ്റെ കൂടെ നിന്റെ അച്ഛൻ്റെ കല്യാണം കൂടെ ഞാൻ നടത്തി കാണിക്കട്ടെ. നിർത്തിക്കോ അംബികെ, നീ ഇനിയും കളിയാക്കിയ നിന്റെ കാരണമടിച്ച് ഞാൻ പൊട്ടിക്കും. രാജുവിൻ്റെ കയ്യിൽ കോയിൻ വല്ലതുണ്ടോ? ആ ഉണ്ടല്ലോ ഋതു എന്നും പറഞ്ഞ് രാജു ഒരു കോയിൻ കൊടുക്കുക. ഋതിക അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഋതികയെ കോയിനും കൊണ്ട് എങ്ങോട്ടാ പോകുന്നതെന്നറിയാനായിട്ട് അംബികയും രാജുവും ഋതികയും യാമിനിയും പുറകെ വരിക. പെട്ടെന്ന് ഋതിക ആ കോയിനുമായിട്ട് ചെല്ലുന്ന പ്രതാപൻ്റെ അടുത്തോട്ടാ. അച്ഛാ, ഈ കോയിൻ അച്ഛൻ്റെ തലയിൽ ഒഴിഞ്ഞിടണം എന്നും പറഞ്ഞ് പ്രതാപൻ്റെ തലയ്ക്ക് ഇങ്ങനെ ഒഴിയുവാണ് ഋതിക. സംയുക്ത ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് സംയുക്തയെ ഒന്ന് ദേഷ്യത്തെ നോക്കിയിട്ട് ഋതിക ആ ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടുവന്ന് ആ പൈസ ഇടുവാണ്. എല്ലാവരും ഇതെല്ലാം ഒരു നിമിഷം അമ്പരപ്പോടെ നോക്കി നിൽക്കുവാണ്. പ്രതാപനും ഇതൊന്നും മനസ്സിലായില്ല. സംയുക്തയെ ഒരു വിഷമത്തോടെ നോക്കി നിൽക്കുന്നു. അംബിക അതിനേക്കാൾ ഒരു ഭയത്തോടെ തന്നെ നോക്കുവാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് വന്ന പുതുമണവാളനെയും പുതുമണവാട്ടിയെയും വളരെ സന്തോഷത്തോടെ അംബിക ആരതി ഒഴിഞ്ഞകത്ത് കയറ്റുവാണ്. കത്തിച്ചു വെച്ച നിലവിളക്ക് മരുമകളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് അംബിക പറയാം, 2 കൈകൊണ്ടും ഇത് വാങ്ങിച്ച് വലതുകാൽ വെച്ച് മോൾ അകത്തോട്ട് കയറിക്കോ. ദീപക്കിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നന്ദന അങ്ങനെ ആ നിലവിളക്കുമായിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. പ്രതാപൻ പറയാം, ചേച്ചി ആ നിലവിളക്ക് എവിടെ വെക്കണമെന്ന് ചേച്ചി ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കും. മോളെ, ആ നിലവിളക്ക് പൂജാറൂമിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുക. മോനെ ദീപക്ക, നീയും കൂടെ ചെല്ലടാ.
ചേച്ചി ഇനി ബാക്കി ചടങ്ങുകളൊക്കെ ഇല്ലേ? അപ്പോൾ യാമിനി പറയും, ഉണ്ട് പ്രതാപേട്ട, ചെറുക്കനും പെണ്ണിനും പാലും പഴമൊക്കെ കൊടുക്കുന്ന ചടങ്ങുണ്ട്. ശിവകാമിയും പറയുന്നുണ്ട്, അങ്ങനെയാണ്, ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങളല്ലേ. അംബിക മകനും മരുമകൾക്കും അങ്ങനെ പാലും പഴമൊക്കെ ഇങ്ങനെ കോരിക്കൊടുക്കുന്നുണ്ട്. പ്രതാപൻ പറയും, എടാ നിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിനൊന്നും ഞങ്ങൾ കൂട്ടു നിൽക്കാൻ പാടുള്ളതല്ല. പക്ഷേ ചേച്ചിയെ ഞങ്ങൾക്കാർക്കും മറക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇതൊക്കെ നടത്തി തന്നത്. ഇനി മര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ദീപക് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറയാം, ഇന്നലെ വരെ പറഞ്ഞതുപോലെയുള്ള വാക്കല്ല ഇത്, ഞാൻ വല്യമ്മാവനൊരു ഉറപ്പ് തരുക. ഇനി അങ്ങോട്ട് ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും, ഇത് സത്യം സത്യം സത്യം. അപ്പോൾ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ശേഖരൻ അങ്ങോട്ട് വരുന്നുണ്ട്. ശേഖരാ നീ താമസിച്ചു പോയി? ആ അല്പം താമസിച്ചു പോയേട്ടാ. ദീപക് നന്ദുവിനോട് പറയാം, നന്ദു ഇതെൻ്റെ ചെറിയമ്മാവനാ, സോറി മോളെ, കല്യാണത്തിന് വരാൻ അല്പം താമസിച്ചു പോയി ഞാൻ എന്നിങ്ങനെ നന്ദനയോടും പറയുവാണ്. ചേട്ടാ ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട്. എന്താ ശേഖര? നമ്മുടെ കമ്പനി അക്കൗണ്ടിലോട്ടൊരു വലിയ എമൗണ്ട് പ്രോഫിറ്റായിട്ട് വന്നിട്ടുണ്ട്. പ്രതാപൻ ചോദിക്കുക, എത്രയാ ശേഖര? ചേട്ടാ 36,60,00,000. എല്ലാവർക്കും ഒരു സന്തോഷം. ശേഖര അതൊരു വലിയ തുകയാണല്ലോ. പെട്ടെന്ന് അംബിക പറയാം, പ്രതാപ കണ്ടോ, നന്ദന വലതുകാലെടുത്ത് അകത്തോട്ട് വന്ന് മഹാലക്ഷ്മിയും വന്നു. ഒരഹങ്കാരത്തോടെ നന്ദന ഇങ്ങനെ രാജുവിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ചെറിയച്ചൻ ഫുഡ് കഴിച്ചോ? ഞാൻ വരുന്ന വഴിക്ക് കഴിച്ചു മോളെ. നിങ്ങളൊക്കെ കല്യാണ സദ്യ കഴിച്ചു കാണുമല്ലോ. ശേഖരൻ പറയാ, ഇവൻ്റെ ഒരു കല്യാണ സദ്യ ഞാൻ കഴിച്ചതാ, അത് തന്നെ എനിക്കങ്ങ് തൃപ്തിയായി. പ്രതാപൻ ഉടനെ പറയാം, ഇവനെ ഭീഷ്മ ശബ്ദമൊക്കെ എടുത്തിരിക്കുക ശേഖര, ഇന്ന് മുതൽ ഇവൻ നല്ല കുട്ടിയായിട്ട് മാറുമെന്ന്. ഭീഷ്മ പിതാമഹനെ അങ്ങനെ ആക്ഷേപിക്കല്ലേ ചേട്ടാ. മഹാഭാരതം വായിച്ചവരുടെയും ധ്യാനിച്ചവരുടെയും മനസ്സിൽ ആകാശം മുട്ടേ നിൽക്കുക ആ കഥാപാത്രം. അവൻ്റെ ഒരു ഭീഷ്മ ശബ്ദം. അംബികയ്ക്കും ദീപക്കിനും ദേഷ്യം വരുന്നുണ്ട്. ശിവകാമി നന്ദനയ്ക്ക് ഉപദേശം കൊടുക്കുക, ഞാൻ പറഞ്ഞതൊക്കെ മോക്ക് മനസ്സിലായല്ലോ. ചെറുക്കനോ അവൻ്റെ അമ്മയോ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഈ വീട്ടിലെ നല്ല ആൾക്കാരാ. എൻ്റെ മോള് വളരെ സൂക്ഷിക്കണം, ആർക്കും അവനെക്കുറിച്ചൊരു നല്ല അഭിപ്രായമില്ല. മോള് വേണം അവനെ നന്നാക്കിയെടുക്കാൻ. അവൻ്റെ മേൽ മോളുടെ ഒരു കർശന നിയന്ത്രണം തന്നെ വേണം. ദീപുവേട്ടനെ ഞാൻ നന്നാക്കിയെടുത്തോളാം, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അംബിക ഉടനെ പറയാം, ഇനി ഇവിടെയും ഒരു മംഗളകർമ്മമുണ്ട്. ഇനി ഇവിടെ മംഗളകർമ്മമോ? പ്രതാപൻ ചോദിക്കുക. അതെന്താ ചേച്ചി? അതെന്താണെന്ന് എനിക്കും ഋതുമോൾക്കും മാത്രമേ അറിയാവൂ. അല്ലേ ഋതുമോളെ എന്നിങ്ങനെ പറയുക. ഋതിക ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. പ്രതാപനും ഋതികയുടെ മുഖത്ത് നോക്കുമ്പോൾ ഋതിക ദേഷ്യത്തോടെ, എന്താ ഇവർ പറയുന്നതെന്ന് പ്രതാപനും മനസ്സിലാകുന്നില്ല. അംബിക ദീപക്കിനോട് നീ എഴുന്നേറ്റ് വാടാ എന്നും പറഞ്ഞ് ദീപക്കനെ വിളിച്ചുകൊണ്ട് അംബിക പോവുക. ശേഖരൻ ഋതിയോട് ചോദിക്കും, എന്താ മോളെ ചേച്ചി പറഞ്ഞിട്ട് പോയത്? അവർക്ക് പ്രാന്താ ചെറിയച്ച, ഏതു നേരം അവരിങ്ങനെ എന്നോട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ ചേട്ടാ ഈ പക്ക ക്രിമിനലെ കൊണ്ട് ആ പാവം പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചത്? ആ പെണ്ണിന്റെ ജന്മം തൊലഞ്ഞില്ലേ? അതിന് ശേഖര, ആ പെണ്ണിന്റെ ജന്മം തൊലയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അവരായിട്ട് അന്വേഷിച്ച് വന്ന കല്യാണം. ഇവന്റെ സ്വഭാവം മുഴുവനും അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അവരതിൽ നിന്ന് പിന്മാറിയില്ല. എന്നാ പിന്നെ നന്നായെന്നെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് കരുതി, അത്ര മാത്രമേ ഉള്ളൂ. അത്രയും പറഞ്ഞിട്ട് പ്രതാപൻ എഴുന്നേറ്റ് പോയി. അംബിക പുറത്തു നിന്നിട്ട് ചിന്തിക്കുക, ഇനി മടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഇവിടുത്തെ കൺട്രോൾ മൊത്തമായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു. ഇനി ഒതുക്കാനുള്ളവരെയൊക്കെ പെട്ടെന്ന് തന്നെ ഒതുക്കണം, നേടാനുള്ളതൊക്കെ നേടുകയും വേണം. അംബിക പെട്ടെന്ന് സംയുക്തയെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, നീ ഇതെവിടെയാ? പുറത്ത് നിൽക്കുവാണോ അതോ വീട്ടിലാണോ? ഞാൻ പുറത്താണ് ചേച്ചി. എങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കണം. അതുപോലെ നീ അനുസരിക്കാവോ? എന്താ ചേച്ചി, എന്തനുസരിക്കണമെന്നാ ചേച്ചി പറയുന്നത്? ഇതുവരെ നിനക്കൊന്നും മനസ്സിലായില്ല. ഇല്ല ചേച്ചി, എന്താ ചേച്ചിയുടെ ഉദ്ദേശം? എൻ്റെ ഉദ്ദേശം പകലുപോലെ നിനക്ക് വ്യക്തമല്ലേ. പ്രതാപനുമായിട്ടുള്ള നിന്റെ കല്യാണം അത് നടക്കണം, അതിന് നീ തയ്യാറാകണം. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ഞാൻ നടക്കാൻ പോകുന്ന കാര്യമായി പറയുന്നത്. ഇല്ല ചേച്ചി, അത് നടക്കില്ല. ഒരു നല്ല മനുഷ്യനെയും ആ കുടുംബത്തെയും തകർക്കാൻ ഞാൻ തയ്യാറല്ല. എടീ, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നീയുമില്ല, നിന്റെ കുടുംബവുമില്ല, എല്ലാത്തിനും ഞാൻ ഇല്ലാതാക്കി കളയും. പറഞ്ഞത് കേട്ടോടി എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അംബിക ഫോൺ കട്ട് ചെയ്യുക. സംയുക്ത ഇങ്ങനെ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുക. സംയുക്തയോട് അങ്ങനെ ഫോൺ ചെയ്തിട്ട് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ രാജുവും ഋതികയും അംബികയെ തന്നെ നോക്കി നിൽക്കുക. ഋതികയും രാജു അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുക, എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനിപ്പോൾ സംസാരിച്ചത് സിസ്റ്റർ പവിത്ര എന്ന പേരിൽ കള്ളപ്പേരിൽ അറിയപ്പെടുന്ന മനക്കല സംയുക്തയോടാ. അടുത്ത ശുഭമുഹൂർത്തത്തിൽ കുന്നത്ത് കാവിൽ വെച്ച് നിന്റെ അച്ഛൻ്റെയും അവളുടെയും കല്യാണം. അംബികെ, കല്യാണത്തിൻ്റെ മുഹൂർത്തം തീരുമാനിക്കുന്ന അന്നത്തെ ദിവസം ഇവിടുത്തെ പൊതു ശ്മശാനത്തിൽ വെച്ച് നിങ്ങളുടെ അടക്കമാണ്. അംബിയെ കളിയാക്കി ചിരിച്ചോണ്ട് പറയാം, അതെ അംബികാവർമ്മയുടെ ശവദാഹം നടത്താന്നേ, നീ മോഹിക്കണ്ട. രാജു പറയാം, അത് അതിമോഹമല്ലല്ലോ മാഡം, എപ്പോഴായാലും എന്നായാലും നിങ്ങളുടെ മരണം ഒരു ദുർഭരണമായിരിക്കും. എടാ രാജു, ഇതൊക്കെ നിങ്ങൾ കുറേ നാളുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന തമാശകളല്ലേ? എങ്കിൽ മാഡം, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 90% ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
ഋതിക പറയാം, നിങ്ങളെ കൊല്ലുന്ന കാര്യം മാത്രം ഞങ്ങൾ പെൻഡിങ്ങിൽ വെച്ചിരിക്കുക. അതെന്താണെന്നറിയാവോ അംബികയെ? നിങ്ങൾ ചത്തുപോയാൽ ഞങ്ങൾക്ക് തട്ടിക്കളിക്കാൻ ഒരു ഫുട്ബോൾ ഇല്ലാതായി പോവും. എടി അടങ്ങി നിൽക്കടി, പ്രതാപനും സംയുക്തയും തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തിയിരിക്കും. അതെങ്ങനെയാ? താലി കെട്ടാതെ കല്യാണമാവുമോ? എൻ്റെ അച്ഛൻ അത്ര നാണം കെട്ട പണിക്കൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് ഞാൻ പ്രതാപനെ കൊണ്ട് വാങ്ങിപ്പിക്കട്ടെ. എന്നാൽ നിങ്ങൾ ആ സമ്മതം ഒന്ന് വാങ്ങിച്ചോണ്ട് വാ, ഞാനൊന്ന് കാണട്ടെ, ഞാൻ കാണിച്ച് തരാവടി എന്നും പറഞ്ഞ് അംബിക അങ്ങോട്ട് മുകളിലോട്ട് കയറി പോവുക. പ്രതാപൻ ആരോടോ കുറച്ച് ചൂടായിട്ട് സംസാരിക്കുവാണോ എന്ന് തോന്നുന്നു. അപ്പോഴാണ്ട് അംബിക അങ്ങോട്ട് ചെന്നിട്ട്, പ്രതാപ എന്താ ചേച്ചി, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാൻ മറ്റൊരു കാര്യം പറയാനാ പ്രതാപ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? അതായത് കോയമ്പത്തൂരിലെ നമ്മുടെ കമ്പനിയുടെ ലാഭവിഹിതമെല്ലാം ശേഖരൻ്റെ അക്കൗണ്ടിലോട്ടല്ലേ പോയി വീഴുന്നത്? അതിനെന്താ ചേച്ചി, അവൻ നമ്മുടെ കൂടപ്പുറപ്പ് തന്നെയല്ലേ? അത് മാത്രമല്ല, എല്ലാ കണക്കുകളും കൃത്യമായിട്ട് അവൻ എന്നെ ബോധ്യപ്പെടുത്താറുമുണ്ട്. കണക്കുകൾ ബോധ്യപ്പെടുത്തുന്ന കാര്യമല്ല പ്രതാപ ഞാൻ പറഞ്ഞത്. ആ കമ്പനികളുടെ ലാഭവിഹിതം ശേഖരൻ്റെ അക്കൗണ്ടിലോട്ടല്ലേ പോകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതിനെന്താ ചേച്ചി? അതാ എനിക്ക് പറയാനുള്ളത്. ശേഖരൻ ഇപ്പോൾ കമ്പനിയായി, അവൻ്റെ ഭാര്യയുടെ പേരിൽ പല പ്രോപ്പർട്ടികളുമായി, മകളുടെ പേരിൽ ഒത്തിരി അക്കൗണ്ട്സും ഉണ്ട്. എന്തിനാ ചേച്ചി അവനെ ഇങ്ങനെ മാറ്റി നിർത്തി ചിന്തിക്കുന്നത്? മാറ്റി നിർത്തി ചിന്തിക്കുന്നത് അല്ല പ്രതാപ. നീ ഒരു നിഷ്കളങ്കനാ. ഉള്ളതെല്ലാം മറ്റുള്ളവർക്ക് നീ വീതിച്ചു കൊടുക്കും. ഈ വീടും സ്വത്തുക്കൾ വരെ മകളുടെ പേര് നീ എഴുതി വെച്ചില്ലേ? അത് പത്മയുള്ള കാലത്തെ കരാറ് ചെയ്തതല്ലേ ചേച്ചി? ഒടുവിൽ പ്രതാപ നിനക്കൊന്നുമില്ലാതാകരുത്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതൊക്കെ കണ്ടു നിൽക്കാൻ ഒടുവിൽ ഞാൻ മാത്രമേ കാണൂ. എനിക്കതൊന്നും കാണാൻ വയ്യ മോനെ. ചേച്ചി എന്തിനാ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കുന്നത്? ശേഖരൻ എന്നെ ചതിക്കില്ല, അവൻ നമ്മുടെ രക്തമല്ലേ. എന്നാലും അവൻ ഇപ്പോൾ എല്ലാം ആയ സ്ഥിതിക്ക് ആ കമ്പനിയുടെ 5 വർഷത്തെ ലാഭം നമുക്ക് ചാരിറ്റബിൾ ട്രസ്റ്റിലോട്ട് വിട്ടു തരണം. അതൊരു നല്ല കാര്യമല്ലേ ചേച്ചി? അത് ഞാൻ അവനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. പൊട്ടം പ്രതാപ, നിന്റെ പണം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാ കാണിക്കുന്നത്. അതുപോലും അയാൾക്ക് അറിയില്ല. വരുമാനത്തിൻ്റെ 10-1 കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് മാറ്റി വെക്കണം മോനെ. എന്നാൽ ഇനി മോൻ റെസ്റ്റ് എടുത്തോ. ഞാൻ ഈ കാര്യം പറയാനാ മോനെ നിന്റെ അടുത്തോട്ട് വന്നത്. അപ്പോൾ പ്രതാപനൊരു ഫോൺ കോൾ വരുന്നു. അതിലൊരു മാറ്റവുമില്ല എന്നും പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്ന് പോവുക. അംബിക ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിങ്ങനെ അവിടെ നിൽക്കുവാണ്. ഋതിക അങ്ങോട്ട് വന്നിട്ട് അംബികയോട് ചോദിക്കും, എന്താകാനാ? സംയുക്തയെ കല്യാണം കഴിക്കാൻ അവന് 100% ഇഷ്ടമാണെന്ന്. നീ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കുമെന്നും വേണ്ടടി. അവനെ കല്യാണത്തിന് സമ്മതിച്ചെന്നോ? എങ്കിൽ പിന്നെ ചോദിച്ചിട്ട് തന്നെ കാര്യം. നീ ചെന്ന് ആവശ്യമില്ലാത്തൊക്കെ ചോദിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണ്ട. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. പ്രതാപൻ പുറത്തിറങ്ങി ആർക്കോ ദേഷ്യത്തോടെ ഫോൺ ചെയ്യുക. നിന്നോട് ആര് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യാൻ? ഒരു കുടുംബത്തെ മുഴുവൻ താറുമാറാക്കുന്ന പണിയല്ലേ അത്? ഇതിനൊക്കെ ആര് സമാധാനം പറയും? കൂടുതലൊന്നും നീ പറയണ്ട എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. ഋതിക ഓടിച്ചെന്ന് അച്ഛാ എന്ന് വിളിക്കുന്നു. എന്താ എന്നിങ്ങനെ ദേഷ്യത്തെ പ്രതാപൻ ചോദിക്കുക. അച്ഛൻ അമ്മായി പറഞ്ഞ കാര്യം സമ്മതിച്ചോ? സമ്മതിച്ച്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ചോദ്യം കേട്ട് ഋതിക ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ചോദ്യം എന്താണെന്നും ഉത്തരം എന്താണെന്നും മനസ്സിലാകാതെ അച്ഛനും മകളും തമ്മിൽ ഇനി പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കാൻ പോവാണ്. ഈ പോരാട്ടത്തിനൊടുവിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? അംബികയുടെ ലക്ഷ്യം നടക്കുമോ, അതോ അംബികയെ അടിച്ച് പുറത്താക്കുമോ പ്രതാപൻ എന്നൊക്കെ നമുക്കിനി കണ്ടറിയാം. ദീപക്കും നന്ദനയായിട്ടുള്ള വിവാഹമോചനം എപ്പോൾ നടക്കും എന്നൊക്കെയുള്ള നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.